ഇതിൽ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കതിൽ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് വർക്ക് ചെയ്യാം. ഡെയിലി സ്റ്റാറ്റസ് വെക്കാനുണ്ടാവും. 1, 2, 3 പരസ്യങ്ങൾ സ്റ്റാറ്റസ് വെക്കാനുണ്ടാവും. അത് നിങ്ങൾ ഡെയിലി സ്റ്റാറ്റസ് വെക്കുക. അതുവഴി നിങ്ങൾക്ക് ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് ടീം ജനറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് പേരെ വേണമെന്ന് കമ്പനി പറയുന്നില്ല. ഒരുപാട് പേരെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കണമെന്ന് പറയുന്നില്ല. വെറും 3 പേരെ ജോയിൻ ചെയ്യിപ്പിക്കാം. നിങ്ങളുടെ താഴെ നിങ്ങളുടെ റെഫറലിൽ 3 പേരെ ജോയിൻ ചെയ്യിപ്പിക്കാം. 3 പേര് നിങ്ങൾ താഴെ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ട്രെയിനർ ആവുന്നതാണ്. ഈ ഓരോ ജോയിനേഴ്സിനും നമുക്ക് 40 രൂപ വെച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനർ പൊസിഷനിലെത്തും. ട്രെയിനർ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നത്തെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ താഴെ വന്നിട്ടുള്ള 3 പേരെയും ട്രെയിനർ ആക്കുക. അതായത് നിങ്ങളുടെ താഴെ വന്നിട്ടുള്ള 3 പേർക്കും 3 പേരെ വെച്ച് ജോയിൻ ചെയ്യിപ്പിക്കുക. അത് അവർ ചെയ്തോളൂല്ലോ. അവർക്ക് ആളുകളെ കിട്ടുന്നില്ല എന്നുള്ളവർക്ക് മാത്രം നമ്മൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ താഴെ വന്നിട്ടുള്ള 3 പേരും ട്രെയിനർ ആയി കഴിഞ്ഞാൽ നമ്മൾ അസിസ്റ്റൻറ്റ് മാനേജർ ആവും. നമ്മൾ അസിസ്റ്റൻറ്റ് മാനേജർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ താഴെ വന്നിട്ടുള്ള 3 പേരെയും അസിസ്റ്റൻറ്റ് മാനേജർ ആക്കുക. അവർ 3 പേരും അസിസ്റ്റൻറ്റ് മാനേജർ ആയി കഴിഞ്ഞാൽ നമ്മൾ മാനേജർ ആവും. നമ്മൾ മാനേജർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അവരെ മാനേജർ ആക്കുക. ദെൻ നമ്മൾ അവരെ മാനേജർ ആക്കുന്നു. അങ്ങനെ നമ്മൾ സോണൽ മാനേജർ ആവുന്നു. മനസ്സിലായോ? നിങ്ങളതിൽ സോണൽ മാനേജർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ സോണൽ മാനേജർ ആവുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ താഴെ ഒരു 120 മെമ്പേഴ്സ് വന്നിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ താഴെ 3 പേരുടെ താഴെ വന്നിട്ട് 40 അങ്ങനെ 120 മെമ്പേഴ്സ് വന്നിട്ടുണ്ടാവും. ഈ 120 മെമ്പേഴ്സും നമ്മുടെ സ്പ്രിംഗിൽ നിന്ന് ഏൺ ചെയ്തിട്ട് 1500 രൂപ വീതം വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം 30,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. ഇത് ഫിക്സ്ഡ് എമൗണ്ട് ആണ്. ഒരു മാസം 30,000 കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ മാസവും 30,000 കിട്ടും. ഇതിലാണ് നമ്മൾ മെയിൻ വർക്ക് വരുന്നത്. ഫസ്റ്റ് നമ്മൾ സ്റ്റാറ്റസ് വർക്ക്, പിന്നെ ഒരു 3 പേരെ നമ്മൾ കൊണ്ടുവരും. പിന്നെ 3 പേരെ ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളവർക്ക് വെറുതെ സ്റ്റാറ്റസ് വെച്ചുകൊണ്ടും വർക്ക് ചെയ്യാം. പിന്നെ ഇത് മാത്രമല്ല, ഇതിൽ ഇനിയും ഒരുപാട് വർക്കുകളുണ്ട്. ഒന്നായത് നമുക്കിതിൽ 10 മണി ചെടികളും വെജിറ്റബിൾ വിത്തുകളും അങ്ങനത്തെ 2 ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്കത് വാങ്ങിയിട്ട് കൃഷി ചെയ്തിട്ട് ക്വാണ്ടിറ്റി കൂടുതലാക്കിയിട്ട് നമുക്ക് കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വഴി ഒരു ഇൻകം കിട്ടുന്നുണ്ട്. പിന്നെ അപ്കമിങ് പ്രോജക്റ്റ് കുറേ ഉണ്ട്. നമുക്ക് മൊബൈൽ റീചാർജ്, DTH റീചാർജ്, അതൊക്കെ നമ്മുടെ സൈറ്റ് ത്രൂ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ചെറിയ കമ്മീഷൻസൊക്കെ അതൊക്കെ നമുക്ക് അപ്കമിങ് പ്രൊജക്റ്റാണ്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയും ഏൺ ചെയ്യാം. ഇപ്പോൾ നമുക്ക് കറൻറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റാറ്റസും, ഈ സ്റ്റാറ്റസ് ഇൻകവും, പിന്നെ വന്നിട്ട് ലെവൽ ഇൻകം, മന്ത്ലി ഇൻകം ആണ്. നമുക്ക് എല്ലാവരുടെ